വിശ്വസ്തൻ എന്ന TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, നമ്മുടെ ദൈവം വിശ്വസ്തനായി നമ്മോട് കൂടെ ഉണ്ട്. മനുഷ്യരൊക്കെ വാക്ക് പറഞ്ഞ് മാറിപ്പോകുമ്പോൾ നമ്മുടെ ദൈവം വാക്കുമാറാതെ എന്നും കരുതാൻ കരുത്തുള്ള ദൈവമായി നമ്മോട് കൂടെ ഉണ്ട്. പത്രോസ് സ്ലീഹ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. നിങ്ങൾ ആകുലപ്പെടുന്ന വിഷയത്തിനകത്ത് നിങ്ങൾക്ക് മറുപടി തരാൻ കരുത്തുള്ള ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. അത്ര വിശ്വസ്തനായ ഒരു ദൈവത്തെ ആരാധിക്കാൻ പ്രിയരെ, ജീവിതത്തിനകത്ത് ഭാഗ്യം ലഭിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മുടെ നാട്, നമ്മുടെ ലോകം ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ്. ആർക്കും സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, പണമുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ കഴിയാത്ത അത്രയും ഒരു തകർച്ചയുടെ അവസ്ഥയിലൂടെ ആളുകൾ കടന്നു പോകുകയാണ്. അതിൻ്റെ നടുവിൽ ക്ഷേമത്തോടെ നമ്മെ പരിപാലിക്കുന്ന സർവശക്തിയുള്ള ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. ദൈവം വിശ്വസ്തൻ എന്ന ഈ പ്രോഗ്രാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം. കല്ലു നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. കല്ലു നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവേ നാറ്റം വെച്ചു തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. മതി. നിങ്ങൾ ആ വാക്യം കേട്ടിട്ടുണ്ട്. വാക്യം ഇങ്ങനെയാണ്: കല്ലു നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവേ നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസം ആയല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ 4 ദിവസമായ വിഷയത്തിൻ്റെ കല്ല് നീങ്ങും. നാറ്റം വെച്ച വിഷയത്തിൻ്റെ കല്ല് നീങ്ങും. എല്ലാവരും കൂടെ കെട്ടിവെച്ച വിഷയത്തിൻ്റെ കല്ല് നീങ്ങും. ഇന്ന് രാവിലെ കല്ല് മാറ്റാൻ ഒരുത്തന് യോഗത്തിൽ വന്നിട്ടുണ്ട്. നിന്റെ വിടുതലിൻ്റെ മുൻപിൽ പിശാച് പിടിച്ചു വെച്ച കല്ല് മാറാൻ പോകുകയാ. നിനക്ക് തോന്നി നാറ്റം വെച്ചെന്ന ആ വിഷയത്തിൻ്റെ കല്ല് മാറാൻ പോകുകയാ. ഉറപ്പുള്ള ദൈവത്തിൻ്റെ മക്കള് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കോ. ഇന്ന് രാവിലെ നിന്റെ വിഷയത്തിൻ്റെ കല്ല് മാറാൻ പോകുകയാ. നിന്റെ കുടുംബത്തിൻ്റെ വിഷയത്തിൻ്റെ കല്ല് മാറാൻ പോകുകയാ. നിന്റെ തലമുറയുടെ വിഷയത്തിൻ്റെ കല്ല് മാറാൻ പോകുകയാ. ജോലി സംബന്ധമായ വിഷയത്തിന്റെ കല്ല് മാറാൻ പോകുകയാ. വിവാഹ ബന്ധത്തിന്റെ കല്ല് മാറാൻ പോകുകയാ. കടഭാരത്തിന്റെ കല്ല് മാറാൻ പോകുകയാ. ഇന്ന് രാവിലെ എൻ്റെ കർത്താവ് ഇതിനകത്ത് വന്നത് നിന്റെ കല്ലൊന്ന് പിടിച്ചു മാറ്റാൻ വേണ്ടിയാ. നിനക്ക് വിരോധമായി വർഷങ്ങൾക്ക് മുൻപ് കല്ല് പിടിച്ചു വെച്ചവന്റെ മുൻപിൽ ആ കല്ലിനെ പിടിച്ചു മാറ്റാൻ കരുത്തുള്ള ഒരു മഹാദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. എത്ര നാറ്റം വെച്ചു പോയാലും, എത്ര പഴക്കം ചെന്നാലും, ഇന്ന് രാവിലെ ആ വിഷയത്തിന്റെ നാറ്റം മാറ്റാൻ, ആ വിഷയത്തിന്റെ പഴക്കം മാറ്റാൻ ഇടപെടുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. മാർത്ത പറഞ്ഞത്, കണ്ടത്, അറിഞ്ഞത്, കേട്ടത്. യേശു പറഞ്ഞത്, നടക്കാൻ പോകുന്നത്. ആമീൻ പറഞ്ഞു. കണ്ടതും കേട്ടതും അറിഞ്ഞതുമൊക്കെ പറഞ്ഞയാളുകൾ പറഞ്ഞവിടെ നിൽക്കുമ്പോ ഉയർപ്പിക്കാൻ കരുത്തുള്ള ഒരുത്തൻ കല്ലറയുടെ വാതുക്കൽ ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. ഇനി ഒരിക്കലും നിന്റെ വീട് ഉയരത്തില്ലെന്ന്, നിന്റെ തലമുറ ഉയരത്തില്ലെന്ന്, നിന്റെ ജീവിതം ഒരിക്കലും ഉയർന്നു വരത്തില്ലെന്നൊക്കെ കള്ളപ്പിശാച് നിന്നോട് വിളിച്ചു പറഞ്ഞ പേടിക്കണ്ട. ഉയർത്താൻ കരുത്തുള്ള ഒരു ദൈവമുണ്ട്. മാർത്തയുടെ പ്രശ്നം, യേശു പറഞ്ഞു കല്ല് നീക്കണം. എന്നെ നീക്കണം? കല്ല് നീക്കണം. മാർത്ത പറഞ്ഞു, കർത്താവേ, ഈ കല്ലറയുടെ വാതുക്ക വന്നപ്പോൾ തന്നെ മൂക്ക് പൊത്തത്തക്ക പോലെ നാറ്റമകത്തുണ്ട്. യേശു പറഞ്ഞു, ഞാനിവിടെ വന്നത് ഈ നാറ്റം മാറ്റാനാ. രാമ്യം പറയാൻ പറ്റുമല്ലോ അല്ലേ? നിന്റെ ജോലി സംബന്ധമായ വിഷയം എത്ര നാറുമാറായാലും ഇന്ന് പരിഹരിക്കപ്പെടും. നിന്റെ കുടുംബ വിഷയം എത്ര നാറുമാറായാലും ഇന്ന് പരിഹരിക്കപ്പെടും. നിന്റെ ജീവിതം എത്ര നാറുമാറായാലും ഇന്ന് രാവിലെ അത് പരിഹരിക്കപ്പെടും. ഇത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ യോഗത്തിൽ വന്നിട്ടുണ്ട്. അത് പരിഹരിക്കാൻ കഴിയും
ദൈവം ഇന്ന് രാവിലെ യോഗത്തിൽ വന്നിട്ടുണ്ട്. അത് പരിഹരിക്കാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം ഈ യോഗത്തിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഉറപ്പുള്ള ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിന് ശക്തിയോടെ സ്തോത്രം പറഞ്ഞ് ഇന്ന് രാവിലെ പരിഹരിക്കാൻ കഴിയുന്ന ദൈവം. ഇന്ന് രാവിലെ ഉറപ്പിച്ച് കേൾക്കണം, കല്ലറയിൽ വെച്ച ചില വിഷയം എഴുന്നേറ്റ് വരും. ആമീൻ പറഞ്ഞോ? നീ ഇനി ഒരിക്കലും ശരിയാകത്തില്ലെന്ന് നിന്നോട് പറഞ്ഞ വിഷയം എഴുന്നേറ്റ് വരും ഇന്ന് രാവിലെ. തമ്പുരാന് കല്ലറയിൽ വെച്ച വിഷയമൊന്നും പ്രശ്നമല്ല. കർത്താവിന് ഇന്നലകളിൽ നിന്റെ പ്രശ്നങ്ങളൊന്നും പ്രശ്നമല്ല. ആ വിഷയത്തെ മുഴുവൻ ഉയർപ്പിക്കാൻ കരുത്തുള്ളൊരു ദൈവമായി ഇന്ന് രാവിലെ ഈ യോഗത്തിനകത്തൂടെ നടന്നു വരുന്നത്. ഉറപ്പുള്ള ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞേ, കർത്താവിനൊന്ന് ശക്തിയോടെ നന്ദി പറഞ്ഞു തുടങ്ങിയേ. നിന്റെ വിഷയത്തിൻ്റെ അകത്തളത്തിൽ ഇറങ്ങി വന്ന് എന്നെ കേൾക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞ മാറത്തില്ല. ആമീൻ പറഞ്ഞേ. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഏക വ്യത്യാസം, മനുഷ്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറും. സത്യമല്ലേ? മാറും. കർത്താവ് സാഹചര്യത്തിനനുസരിച്ച് മാറത്തില്ല. മനുഷ്യൻ ഇന്നൊന്ന് പറയും, നാളെ വേറെ ഒന്ന് പറയും. 11-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാ. യേശു കർത്താവ് മാർത്തയുടെയും മറിയയുടെയും ഗ്രാമത്തിൽ, ഞാൻ പൗലോസിനെ കുറിച്ചും യേശുവിനെ കുറിച്ചും ഒക്കെ എവിടെ നിന്ന് പറഞ്ഞാൽ നിങ്ങളാരും വിചാരിച്ച യേശുവോ നിങ്ങളാരും കണ്ട പൗലോസോ അല്ല. നമ്മൾ ബൈബിള് വായിക്കാത്തതുകൊണ്ട് നമുക്കിത് മനസ്സിലാവാത്തെ. യേശുവിനെ അപമാനിച്ചതിൻ്റെ അത്രയും ഈ ലോകത്തിൽ അപമാനം കേട്ട ഒരു മനുഷ്യനില്ല. സത്യല്ലേ? അവര് പരസ്യമായിട്ട് പറഞ്ഞു, ചുങ്കക്കാരുടെ കൂടെയും പാപികളുടെ കൂടെയും അവൻ ഇരിക്കുന്നേ. അന്നേരം യേശു പറഞ്ഞു, അതിനാ ഞാൻ വന്നേ. നീതിമാന്മാരെ തേടി വന്നല്ല, പാപികളെ തേടി വന്ന. ഇന്നലത്തെ യോഗത്തിൽ വെച്ച് ഞാനത് പറഞ്ഞായിരുന്നു. നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാ ഞാൻ ഈ ഉലകത്തിലേക്ക് വന്നത്. എൻ്റെ വരവിൻ്റെ പിൻപിലൊരു ഉദ്ദേശമുണ്ട്. എൻ്റെ വരവിൻ്റെ പിൻപിലൊരു ലക്ഷ്യമുണ്ട്. എൻ്റെ അകത്തളത്തിലൊരു ചിന്തയുണ്ട്. അതെന്നാന്നറിയാമോ? നഗരം കൊള്ളയടിച്ച് സ്വർഗം നിറയ്ക്കാൻ വേണ്ടിയാ ഞാൻ ഈ ഉലകത്തിലേക്ക് ഇറങ്ങി വന്നത്. പാപത്തിന്റെ പാതാളത്തിന്റെ ആടുകളായി കടന്നു പോകുന്ന ആളുകളെ നിത്യജീവനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ ഞാൻ ഈ ഉലകത്തിലേക്ക് വന്നത്. ഇവിടെ വന്നിരുന്നപ്പോഴാ പരിശുദ്ധാത്മാവ് എന്നോട് കർത്താവ് പറഞ്ഞ ഇങ്ങനെ, എത്ര നാറ്റം വെച്ചാലും 4 ദിവസം പഴക്കമുണ്ടെങ്കിലും ഞാൻ വിളിച്ചാൽ എഴുന്നേറ്റ് വരും. ഇന്ന് രാവിലെ നിന്റെ പ്രശ്നത്തിൽ യേശു വിളിക്കും. ഒരു നല്ല ആമീൻ പറഞ്ഞോ. നിന്റെ പ്രതിസന്ധിക്കകത്ത് യേശു വിളിക്കും. നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിനകത്ത് യേശു വിളിക്കും. യേശു വിളിച്ചാൽ ആ വിഷയം എഴുന്നേറ്റ് വരും. യേശു വിളിച്ചാൽ ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകും. പരിഹാരമില്ലെന്ന് നിനക്ക് തോന്നിയ വിഷയത്തിനകത്ത്, പരിഹാരമില്ലെന്ന് നിന്റെ കുടുംബത്തിന് തോന്നിയ വിഷയത്തിനകത്ത്, പരിഹാരമില്ലെന്ന് ആളുകൾക്ക് തോന്നിയ വിഷയത്തിനകത്ത് യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ തുടങ്ങുക. യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ തുടങ്ങുക. കൈയടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞ്, കൈയടിച്ച് ദൈവത്തിന് ശക്തിയോടൊന്ന് സ്തോത്രം പറഞ്ഞ്. നിന്റെ വിഷയം യേശുവിന് നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ പറ്റും. നീ ബലം പിടിക്കുകയൊന്നും വേണ്ട. നിന്റെ വിഷയം ഇന്ന് രാവിലെ അവൻ കൈകാര്യം ചെയ്യും. നിന്റെ തകർന്നു പോയ വിഷയം അവൻ കൈകാര്യം ചെയ്യും. ഒറ്റപ്പെട്ടു പോയ വിഷയം അവൻ കൈകാര്യം ചെയ്യും. രക്ഷപ്പെടത്തില്ലെന്ന് നിന്നെ നോക്കി പറഞ്ഞ വിഷയം ഇന്ന് രാവിലെ എൻ്റെ യേശു കൈകാര്യം ചെയ്യും. ഉറപ്പുള്ള ദൈവത്തിന്റെ മക്കളൊന്ന് സ്തോത്രം പറഞ്ഞ്, ഇന്ന് രാവിലെ എൻ്റെ ദൈവത്തിന്റെ കൈകാര്യം ചെയ്യാൻ, എന്റെ ദൈവം നിന്റെ വിഷയം കൈകാര്യം ചെയ്യാൻ ഇതിന്റെ നടുവിൽ ഇറങ്ങി വരുന്നതിനായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു മിനിറ്റ് എന്നെ ഒന്ന് കേൾക്കണേ. മാർത്തയുടെയും മറിയയുടെയും വീട്, ഈ 2 സഹോദരിമാരും വിവാഹം കഴിച്ചവരല്ല. സഹോദരനും വിവാഹം കഴിച്ചല്ല. അപ്പനും അമ്മയും മരിച്ചുപോയതാ. ഏക ആശ്രയം പച്ചക്കറി വാങ്ങിക്കാനും
അരി വാങ്ങിക്കാനും ഒക്കെ ഏക ആശ്രയം ലാസർ മാത്രമേ ഉള്ളൂ. വേറെ ആരുമില്ല. ഒരു ദിവസം ആശ്രയം ചത്തുപോയി. എന്നാ ചത്തുപോയി? ആശ്രയം ചത്തുപോയി. ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരുന്ന യേശുവിനെ അറിയിച്ചു വിഷയം മരിച്ചെന്ന്. കർത്താവ് അവിടുന്ന് അനങ്ങിയില്ല. ഇരുന്ന സ്ഥലത്ത് തന്നെ 4 ദിവസം ഇരുന്നു. എന്തിനാ യേശു അവിടെ ഇരുന്നെന്നറിയാമോ? അതിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. അവിടെ തന്നെ ഇരുന്നതിൻ്റെ പിൻപിൽ കർത്താവിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. ഇനി യേശു 50-ാം ദിവസം വന്നാലും ലാസർ ഉയർക്കും. രാമയും പറഞ്ഞോ, കർത്താവിനി 5-ാം ദിവസം വന്നാലും ഉയർക്കും. നിന്റെ വീട്ടിൽ യേശു ഉള്ളോണ്ട് നിന്റെ വീട് ഉയർക്കും. യേശു അകത്ത് ഉള്ളവര് മാത്രം ഒന്ന് കരമുയർത്തി ആമീൻ പറഞ്ഞേ. യേശു ഉണ്ടോ? ഒന്നുകൂടെ കൈ കാണിച്ച് യേശു ഉണ്ടെങ്കിൽ. 2, യേശുവിൻ്റെ സ്വഭാവമാണോ? പലപ്പോഴും നമുക്ക് നമ്മുടെ സ്വഭാവം തന്നെ പിടിക്കുന്നില്ല അല്ലേ? യേശുവിൻ്റെ സ്വഭാവമാണോ നമുക്ക്? സത്യത്തിലല്ല, ആദമിൻ്റെ സ്വഭാവമാണ്. ആദമിൻ്റെ സ്വഭാവമായി അസൂയ. ദൈവമക്കളെ, 2 കൈയും കൂപ്പി പറയാം, ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയിൽ അസൂയ കയറിയാൽ അവർ രക്ഷപ്പെടത്തില്ല. എല്ലാവർക്കും അസൂയുണ്ട്. ഈ പൊടിപ്പിള്ളേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അസൂയുണ്ട്. നമ്മൾ ഒക്ടോബർ മാസം 1-ാം തീയതി തൊട്ട് 21-ാം തീയതി വരെ ഒരുമിച്ച് ഉപവസിക്കാൻ വേണ്ടി പോവാം. നമ്മൾ ഉണർവ് നടക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചോണം, ഇവിടെ നമ്മൾ യുദ്ധം ചെയ്യുന്നത് പിശാചിനെതിരെയാണ്. ഇവിടെ പിശാചിനെതിരെ യുദ്ധം ചെയ്യുന്ന സഭകൾ കുറവാണ്. അവനെതിരെ യുദ്ധം ചെയ്താൽ അവൻ നമുക്കെതിരെ എഴുന്നേക്കും. അവനെ ചവിട്ടുന്നവർക്കേ പ്രശ്നമുള്ളൂ, ചവിട്ടാത്തവർക്കെതിരെ ഒരു പ്രശ്നമില്ല. ഞൊണയും കൊതിയും പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് പ്രശ്നമില്ല. പക്ഷേ ആത്മാവിൽ യുദ്ധം ചെയ്യാൻ എഴുന്നേറ്റാൽ അവൻ തിരിച്ചു നിനക്കെതിരെ എഴുന്നേൽക്കും. പക്ഷേ ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ അന്തിമ ജയം പ്രാർത്ഥിക്കുന്നവന്, അന്തിമ ജയം സ്തോത്രം പറയുന്നവന്, അന്തിമ ജയം ആരാധിക്കുന്നവന്, അന്തിമ ജയം ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നവന് ഉള്ള ദൈവത്തിന്റെ മക്കൾ ഒന്ന് സ്തോത്രം ചെയ്ത ദൈവത്തെ സ്തോത്രം ചെയ്ത് കൂടാരത്തിനകത്ത് ശക്തമേറിയ ജയം തരാൻ. ജീവൻ ഉള്ളവര് വളരും. രാമയും പറഞ്ഞേ, ജീവൻ ഇല്ലാത്തവര് വളരത്തില്ല. യേശുവിനെ ക്ഷണിച്ച നിന്റെ വീട് തല കുനിച്ചെന്ന് നിനക്ക് തോന്നിയാലും തല ഉയർത്താൻ ദൈവം വരും. രാമയും പറഞ്ഞോ, നിന്റെ തല ഉയർത്തും ദൈവം. ശത്രുക്കൾ കാണുക അവൻ നിനക്ക് മേശ ഒരുക്കും. നിന്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ഒരു സമയം കഴിഞ്ഞ് നീ ദൈവത്തിന്റെ ശുശ്രൂഷകനായിട്ട് മാറും. അതിന് പരിശുദ്ധാത്മാവ് നിന്നെ അഭിഷേകം ചെയ്യാൻ പോവാ. ഒന്ന് കൈയടിച്ചു ദൈവത്തിന് സ്തോത്രം പറഞ്ഞ്. നിന്റെ ഗതിവിഗതികളൊക്കെ മാറാൻ പോകുകയാ, നിന്റെ അവസ്ഥകൾ മാറാൻ പോകുകയാ. നിന്റെ ചലനമറ്റ് കിടക്കുന്ന അവസ്ഥാന്തരങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ വ്യത്യാസം തരാൻ തുടങ്ങുക. ഉറപ്പുള്ള ദൈവത്തിന്റെ മക്കൾ കർത്താവിന് ശക്തിയോടെ നന്ദി പറഞ്ഞ് റാനെ സഗഖാനി അന്തരാജന. ഒരു കാര്യം, പിശാചിന് നിങ്ങളെ വല്ലതും ചെയ്യാൻ പറ്റുമോ? പിശാചിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? പറ്റുമെന്നോ ഇല്ലെന്നോ? മിണ്ടുന്നില്ല. പിശാചിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? പിശാചിന് ഇവിടെ വരാൻ പറ്റുമോ? യോഗത്തിൽ വരാൻ പറ്റുമോ? ഇല്ലയോ? അയ്യോ, സ്വർഗത്തിൽ വരെ ചെല്ലും പിശാച്. ഒരു ദിവസം ദൈവത്തിൻ്റെ പുത്രന്മാർ, കേട്ടോണം, വാക്യം പഠിക്കണം. ഒരു ദിവസം ദൈവത്തിൻ്റെ പുത്രന്മാർ യഹോവയുടെ സന്നിധി നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂടെ ചെന്നു. ആര് ചെന്നു? ഒരു അമ്മമ്മ പുറമോട്ട് നോക്കി, സാത്താനുണ്ടോന്ന്. സാത്താനും അവരുടെ കൂടെ ചെന്നു. യേശു കർത്താവ് പന്തിരുവർക്ക് അവസാനമായിട്ട് അന്ത്യ അത്താഴം നുറുക്കിക്കൊടുക്കുമ്പോൾ യൂദായുടെ അകത്തേക്ക് സാത്താൻ കയറി.
അപ്പോൾ യോഗത്തിനും ആര് വന്നിട്ടുണ്ട്? സാത്താൻ വന്നിട്ടുണ്ട്. അതാ യോഗത്തിനിരിക്കുമ്പോൾ നിന്നോട് പറയത്തില്ലയോ, ഇതെല്ലാം കുഞ്ഞമ്മേ നിന്നെ കുത്തി പറയുന്ന കേട്ടോ എന്ന് നിന്നോട് പറയുന്നത് അടുത്തിരിക്കുന്ന പിശാച് നിന്നോട് പറയുന്ന ഒന്ന് സ്വോത്രം പറഞ്ഞേ. ആവശ്യമില്ലാത്ത ഒന്നും ഏറ്റെടുക്കരുത്, ആവശ്യമുള്ളത് ഏറ്റെടുത്തിട്ടേ പോകാവൂ. ഒരു മിനിറ്റ്. തമ്പുരാൻ മേളിൽ ചെന്നപ്പോൾ പിശാചിനോട് ചോദിച്ചു, എവിടുന്ന് വരിക സാറ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭൂമിയിലൊക്കെ ഒന്ന് ഊടാടിയിട്ട് വരിക. തമ്പുരാൻ ചോദിച്ചു, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ? തമ്പുരാനോട് പിശാച് പറഞ്ഞു, അവനെ ദൃഷ്ടി വെക്കുന്നത് എങ്ങനെ? നീ അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയേക്കുക. ഇന്ന് രാവിലെ നിന്റെ മോളെ നോക്കാത്ത എന്നാന്നറിയാമോ? തമ്പുരാന്റെ ഒരു വേലി നിന്റെ കുടുംബത്തിന് ചുറ്റുമുണ്ട്. ഇസ്രായേലിനെ നോക്കി തമ്പുരാൻ പ്രവാചകനിലൂടെ വിളിച്ചു പറയുന്നു, മതിലില്ലാത്ത രാഷ്ട്രത്തിന് ഞാനൊരു തീമതിലായിരിക്കും, ഞാൻ അതിന് ചുറ്റും പട്ടാളമായിരിക്കും. ഉറപ്പുള്ള ദൈവമക്കളൊന്ന് സ്തോത്രം പറഞ്ഞ്. ഉലകത്തിലൊരു പ്രൊട്ടക്ഷനും നിനക്കില്ലെങ്കിലും ഉയരത്തിന്നൊരു പ്രൊട്ടക്ഷൻ നിനക്കുണ്ട്. ഇയ്യോബിനെ കുറിച്ച് തമ്പുരാൻ ചോദിച്ചു, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ? എന്നാ പിശാച് പറഞ്ഞേ? ആശയുണ്ടവനെ നോക്കണമെന്ന്, ആശയുണ്ടവനെ തൊടണമെന്ന്. പക്ഷെ നിന്റെ വേലി കിടക്കുമല്ലയോ? അച്ഛാ, വേലിയുള്ളതുകൊണ്ട് അച്ഛൻ ആയുസോടിരിക്കുന്നേ. ഒന്ന് കരമുയർത്തി ആമീൻ പറഞ്ഞേ. വേലി പൊളിച്ചു കളയാത്തത് തമ്പുരാന്റെ കരുണ കൊണ്ടാ. ഒന്ന് കൈയടിച്ചു സ്വോത്രം പറഞ്ഞേ. ഇന്ന് രാവിലെ ഇതിനകത്ത് ആയുസോടെ വന്ന് കൈ ഉയർത്താൻ പറ്റിയത് ദൈവത്തിന്റെ വേലിയുള്ളത് കൊണ്ട്. ഇന്ന് രാവിലെ ഉറപ്പുള്ള ദൈവത്തിന്റെ മക്കള് സ്വോത്രം പറഞ്ഞു. നിന്നെ രോഗം കയറി പിടിക്കാത്തത്, നിന്റെ കുടുംബത്തെ പ്രതിബന്ധം കയറി തൊടാത്തത് ദൈവത്തിന്റെ വേലിയുള്ള ദൈവത്തിന്റെ വേലിയുള്ളോണ്ട് ഇന്ന് രാവിലെ ദൈവത്തിന്റെ വേലിക്ക് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. എന്തുകൊണ്ട്? വേലിയുണ്ട്. പിശാച് തിരിച്ചു പറഞ്ഞു, നീ അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടേക്കുക. ഞാൻ നിങ്ങളോട് പറയാം, നിനക്കും നിന്റെ കുടുംബത്തിനും ചുറ്റും എൻ്റെ ദൈവം കെട്ടിയൊരു വേലിയുണ്ട്. ആ വേലി ഉണ്ടെന്ന് അറിയുന്ന ദൈവത്തിൻ്റെ മക്കള് മാത്രം ഒന്ന് സ്വോത്രം പറഞ്ഞേ. നിങ്ങളുടെ കുടുംബത്തെ കയറി പിശാച് തൊടാത്തത് ദൈവത്തിൻ്റെ വേലിയാ. മന്ത്രവാദിക്ക് ആഗ്രഹമുണ്ട് നിന്നെ ഒന്ന് തൊടാൻ, നിന്റെ കുടുംബത്തെ ഒന്ന് തൊടാൻ മന്ത്രവാദത്തിന് ആഗ്രഹമുണ്ട്. പിന്നെ എന്താ ഇതുവരെ തൊടാത്തത്? ദൈവത്തിന്റെ വേലിയുള്ളത് കൊണ്ടാ. ഒരു മിനിറ്റൂടെ, ഒറ്റ മിനിറ്റൂടെ തന്നെ കേൾക്കണം. റെഗുലറായിട്ട് യേശു വന്ന് ബൈബിൾ ക്ലാസ് എടുക്കുന്ന വീടാ ലാസറിന്റെ വീട്. ബൈബിൾ ക്ലാസ്സിന് എത്ര പേരുണ്ട്? 3 പേര്. ആരൊക്കെയാ? അവിശ്വാസിയായ മാർത്ത, മുക്കാ വിശ്വാസമുള്ള മറിയ, യോഗത്തിന് കയറാത്ത ലാസർ. ഒരാമീൻ പറഞ്ഞു. ലാസർ ജനലിൽ കൂടെ എത്തി നോക്കും ബൈബിൾ ക്ലാസ് കഴിഞ്ഞു എന്ന്, അല്ല വീട്ടിൽ കയറാൻ. ഒരാമീൻ പറഞ്ഞു. അതാ വീടിൻ്റെ അവസ്ഥ. ആ വീട്ടിലാ യേശു ബൈബിൾ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നേ. ഒരു ദിവസം ആ വീടിനകത്തൊരു മരണം കയറി വന്നു. യേശു വന്നില്ല. ഇനിയും ദൂത് പറയാം, വല്ലപ്പോഴും യോഗത്തിന് വരുന്നതല്ല, ചൊവ്വാഴ്ച വരുത്തുപോക്കായിട്ട് യോഗത്തിന് വരുന്നതല്ല. സത്യത്തിലും ആത്മാവിലും യേശുവിനെ ആരാധിക്കുന്ന നിന്റെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ യേശു ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കും. ഉറപ്പുള്ള ദൈവമക്കളൊന്ന് കൈയടിച്ച് ശക്തിയോടൊന്ന് സ്വോത്രം പറഞ്ഞ്. നാറ്റം വെച്ചാലും ആ വിഷയത്തിൽ എൻ്റെ കർത്താവ് ഇടപെട്ടിരിക്കും. ഞാൻ മുക്കാ വിശ്വാസി എന്നൊക്കെ പറഞ്ഞ ചുമ്മാ പറഞ്ഞല്ല. നിങ്ങൾ കുറച്ചുകൂടെ വായിച്ചു വരും മനസ്സിലാവും. മാർത്ത മുക്കാ വിശ്വാസിയാ. ചിലർ അരവിശ്വാസിയുണ്ട്, മുക്കാ വിശ്വാസിയുണ്ട്, കാൽ വിശ്വാസിയുണ്ട്. മാർത്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാ പറഞ്ഞാലും അവർക്ക് വിശ്വാസമില്ല. അവൾ ചോദിക്കുന്നത് നാട്ടുകാരെന്തോ പറയും, നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയട്ടെ, വീട്ടുകാരോ അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ, കൂടെ നിൽക്കുന്നവരോ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ട്. ഇടയ്ക്ക് വിചാരിക്കേണ്ട കാര്യം, അവരുടെ ജോലി ചെയ്യും, ഞാൻ എൻ്റെ ജോലി ചെയ്യും.
നിന്റെ ജോലി കർത്താവിനെ ആരാധിക്കുന്ന, നിന്റെ ജോലി ദൈവത്തെ സ്തുതിക്കുന്ന, നിന്റെ ജോലി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അസൂയക്കാരനത് ചെയ്തോട്ട്, കുറ്റം പറയുന്നവൻ അത് ചെയ്തോട്ട്, അപമാനം പറയുന്നവൻ അത് ചെയ്തോട്ട്, ആരാധിക്കുന്നവൻ അത് ചെയ്തു തുടങ്ങിക്കോ, പ്രാർത്ഥിക്കുന്നവൻ അത് ചെയ്തു തുടങ്ങിക്കോ. ദൈവത്തെ സ്തുതിക്കുന്നവൻ തന്റെ ഇടത്തോടെ ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക, നിന്നെയും നിന്റെ കുടുംബത്തെയും നടത്താൻ. ഞാൻ ബിജി, കൊല്ലത്തുനിന്ന് വരുന്നതാണ്. തികച്ചും പിന്മാറ്റമായിട്ടുള്ള ഒരു ജീവിത രീതിയായിരുന്നു എൻ്റേത്. അങ്ങനെ വൈഫ് പറഞ്ഞു, പാസ്റ്ററെ ഒന്ന് കാണാൻ വരണം. നിരന്തരമായി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് കാണാൻ വരണം. അങ്ങനെ ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടൊന്ന് വരാം. വരുന്ന വഴിക്കും മദ്യപിച്ചിട്ടാണ് ഞാൻ വന്നത്. ബാറിൽ കയറി കഴിച്ചിട്ടാണ് വന്നത്. അന്നിവിടെ പാസ്റ്റർ എന്നെ എനിക്കൊരു വെള്ളം പ്രാർത്ഥിച്ച് തന്നു. അത് ഞാൻ കുടിച്ചു. എനിക്കെന്താണെന്നറിയത്തില്ല, പിന്നെ എനിക്ക് കുടിക്കാൻ തോന്നുന്നില്ല. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ടെൻഡൻസിയാണ് മദ്യപിക്കണം. അങ്ങനെ ഒരു ടെൻഡൻസിയാണ് എൻ്റെ ജീവിതത്തിൽ വന്നത്. ഞാൻ ഗൾഫിലായിരുന്നു, ജോലി കളഞ്ഞിട്ട് നാട്ടിൽ വന്ന് നിൽക്കുകയാണ്. മദ്യത്തിന് പ്രശ്നം കാരണം ജോലി കളഞ്ഞതാണ്. ഇപ്പോൾ എനിക്ക് ആ ഒരു ടെൻഡൻസി ഇല്ല. ഇപ്പം കുടിക്കണം തോന്നത്തില്ല. എന്താണെന്നറിയത്തില്ല, എന്തുവാന്ന് പുള്ളിക്ക് ഇപ്പോഴും അറിയത്തില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ഭാര്യ എഴുന്നേറ്റുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ എന്ത് ചെയ്യും? റൈറ്റ് സിസ്റ്ററെ ഒന്ന് വന്ന് നിങ്ങളെ കൂടെ കണ്ടോട്ടെ. ഈ വിഷയവുമായിട്ട് അവർ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല, ഒരുപാട് സ്ഥലങ്ങളിൽ പോയതാ. ഏറ്റവും അവസാനം ഒരു കൗൺസിലിങ്ങിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോയി. അവിടെ ഒരു നിവൃത്തിയില്ല. എന്നെ വന്ന് കയറി കാണുമ്പോൾ പരിശുദ്ധാത്മാവെന്നോട് പറഞ്ഞു, എടാ കൗൺസിലിംഗ് അല്ല, ഞാൻ ഇദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തും. അങ്ങനെ പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്ത് വിട്ടതാ. പിന്നെ ഇപ്പം എത്ര നാളായി കുടിച്ചിട്ട്? 1 മാസമായി. ഒരു കുഴപ്പമില്ല, ഇല്ല, സമാധാനമായി. 1 മാസം തന്നെ വലിയ കാര്യമാണ്. ഇതുവരെ 1 മാസം നിർത്തിയിട്ടേ ഇല്ല. ഒരാമയും പറഞ്ഞു. സർവകാല റെക്കോർഡാ 1 മാസം മദ്യപാനം നിർത്തിയത്. പ്രിയപ്പെട്ടവരെ, 2018 ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ 21-ാം തീയതി വരെ പത്തനംതിട്ട എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. 21 ദിവസം നാം യേശുവിനോടൊപ്പം ഇരിക്കുകയാണ്. ശക്തരായ സുവിശേഷകന്മാർ നമ്മോട് കൂടെ ദൈവത്തിന് വചനം സംസാരിക്കുന്നു. കൃപാവര ശുശ്രൂഷകളുള്ള ദൈവദാസന്മാർ നമ്മെ ശുശ്രൂഷിക്കുന്നു. നിങ്ങളെല്ലാവരെയും ആ ഉപവാസ പ്രാർത്ഥനയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് താമസിച്ച് ഉപവസിക്കാനുള്ള സൗകര്യമുണ്ട്. 21 ദിവസവും നമുക്ക് ഒരുമിച്ചായിരിക്കാം. നിങ്ങൾക്ക് രാവിലെ മുതൽ രാത്രി 9 മണി വരെ നടക്കുന്ന ആ മീറ്റിങ്ങുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതിന് നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പത്തനംതിട്ടയിലുള്ള എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിലെ ആരാധനാലയത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് 21 ദിവസം യേശുവിനോടൊപ്പം ആയിരിക്കാം. അതിന് സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. നാം ഒരുമിച്ച് ശ്രദ്ധിക്കുകയായിരുന്നു, നമ്മുടെ ദൈവം വിശ്വസ്തനാണെന്ന്. നിങ്ങളുടെ ജീവിതത്തിലും ഏത് തകർച്ചയിലും ദൈവം വിശ്വസ്തനായി നിങ്ങളോട് കൂടെയുണ്ട്. രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തോടുകൂടെ സൗഖ്യം ഏറ്റെടുക്കാൻ കഴിയും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങളൊക്കെ സാധിക്കും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്ന നിമിഷങ്ങളാണിത്. ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. കണ്ണുകളടച്ച് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ രോഗങ്ങൾ മാറും, നിങ്ങളുടെ തകർച്ചകൾ മാറും, നിങ്ങളുടെ പ്രതിസന്ധികൾ മാറും. അതും മാത്രമല്ല, നിങ്ങൾക്ക് ജീവിതത്തിനകത്ത് ശക്തനായ ഒരു ദൈവത്തെ നിങ്ങൾക്ക് കൂടെ കിട്ടും. ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയാലും 25 വർഷമായിട്ട് ഊരിൽ നിന്ന് അബ്രഹാം ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചു. അബ്രഹാമിനോട് ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ടാണ്, എന്ത് കിട്ടി നിനക്ക് 24 വർഷമായി ഈ ദൈവത്തെ സേവിക്കാൻ പോയിട്ട്? അബ്രഹാമിന് ഒരു മറുപടിയുള്ളൂ, പല വിടുതലും എനിക്ക് നടന്നില്ലെങ്കിലും വിടുവിക്കുന്ന ദൈവം എന്നോട് കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയുക, പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വിടുവിക്കാൻ തുടങ്ങുന്ന ഒരു നല്ല ദൈവമുണ്ട്. കണ്ണുകളടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. പരിശുദ്ധ പ്രിയ പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ
ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഓരോ വ്യക്തികളുടെ മേൽ നടക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ഏത് എക്സ്റ്റൻഡിൽ വരെ തകർന്നു പോയ വ്യക്തികളും അധികാരത്തോടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായി വരാൻ വേണ്ടി ഞാൻ പറയുക. അവിടുത്തെ അടിപ്പിടരാനുള്ള സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ. വ്യക്തിപരമായി ഓരോ വ്യക്തികളെയും കർത്താവ് സൗഖ്യമാക്കുന്നതിന് നന്ദി. കർത്താവിൻ്റെ പ്രവൃത്തിയും അവിടുത്തെ അത്ഭുതങ്ങളും ഓരോ കുടുംബത്തിൽ വെളിപ്പെടാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടവരുത്തുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുക, മാനസിക രോഗം നിമിത്തം തകർന്നുപോയ നിരവധി കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവർത്തികൾ വ്യാപരിക്കാൻ തുടങ്ങുക. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ മാനസിക രോഗികൾ സൗഖ്യമാകട്ടെ. ഡിപ്രഷൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്ന ആളുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ കരുതൽ ഓരോ വ്യക്തികളുടെ മേൽ വെളിപ്പെടാൻ അവിടെ ഇടയാക്കുന്നതിന് നന്ദി. കർത്താവെ, കടഭാരങ്ങൾ മാറട്ടെ. കുടുംബ ബന്ധങ്ങൾ ഛിദ്രമായ കുടുംബങ്ങൾ ഒന്നിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ദൈവപ്രവൃത്തിയാൽ അവിടുന്ന് കരുതും. പ്രാർത്ഥനയുടെ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ഏലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ആരാധനകൾ എല്ലാ ഞായറാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ 1-ാം നിലയിൽ നടത്തപ്പെടുന്നു. ഈ ആരാധനകളിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 0468 222 0207 എന്ന നമ്പറിലോ 9446 115091 എന്ന നമ്പറിലോ 9188123274 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447230207 9447860207. Our website www.elohimgwz.com. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9446 115091 9526 190198. അക്കൗണ്ട് നമ്പർ ഏലോഹിം ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫെഡറൽ ബാങ്ക്, പത്തനംതിട്ട. അക്കൗണ്ട് നമ്പർ 103010299691. IFSC കോഡ് FDRL 0001039. ബിനു CB, ഫെഡറൽ ബാങ്ക്, പത്തനംതിട്ട. അക്കൗണ്ട് നമ്പർ 10301002345551. IFSC കോഡ് FDRL 0001039.